മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇന്നലെ പറഞ്ഞ ഒരു ചരിത്ര ഏടുണ്ട്. ഒരുപക്ഷെ കേരളം മറന്നുപോയൊരു ചരിത്ര ഏട്. മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കാൻ കേരളത്തിൽ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി SDPIക്കെതിരെയും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ഇടതുപക്ഷം നിലപാടെടുക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് അടിവരയിട്ട് പറയാൻ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ച തലശ്ശേരി ചരിത്രമുണ്ട്. കേരളം അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ വർഗീയ കലാപങ്ങളില്ലാതെ ഈ നാട് മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നിലനിന്ന് പോകുന്നതിന്റെ ഫലം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ്. നാട് ചിന്തിക്കണം. അതിന് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് BJP എതിർക്കുന്നതിനോ RSSനെ എതിർക്കുന്നതിനോ സംഘപരിവാറിനെ എതിർക്കുന്നതിനോ ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് എതിർക്കുന്നതിനോ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയെയോ SDPയെയോ എതിർക്കുന്നതിനോ ഒന്നും ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ ഈ വർഗീയത എതിർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ഒരു മതവിഭാഗത്തിനെതിരായ എതിർപ്പായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. സർ, എൻ്റെ ചെറുപ്രായത്തിലുള്ള ഒരനുഭവം തലശ്ശേരി വർഗീയ കലാപത്തിൻ്റെതാണ്. ആ കലാപത്തിൽ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പണം നഷ്ടപ്പെട്ടവരുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കിരയായവരുണ്ട്. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. CPIMൻ്റെ UK കുഞ്ഞിരാമൻ എന്ന ഒരു സഖാവ്. ചിരിക്കുന്നുണ്ടാരോ? ആ ചിരി ആരുടെ ചിരിയാ സർ? ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നറിയോ? മെരുവമ്പായി പള്ളി എന്നത് മുസ്ലിം പള്ളികളിൽ കുറച്ച് പ്രാധാന്യമുള്ള പള്ളിയാണ്. അന്ന് ആത്മാഹൂതി ചെയ്തു പോലും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്ന ആഹ്വാനം പാർട്ടി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി വളണ്ടിയർമാർ ഇത്തരം ആരാധനാലയങ്ങൾക്ക് മുന്നിൽ കാവൽ നിന്നിരുന്നു. മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ RSS നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ എത്തി. അപ്പോൾ ഇവർ തടഞ്ഞു. വാക്കേറ്റത്തിൽ ഇവരെ തള്ളിമാറ്റി അങ്ങോട്ട് പോയി ആക്രമിക്കാനുള്ള ശേഷി അവർക്കില്ല. തൽക്കാലം പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിലൂടെ മാത്രമേ ഇങ്ങോട്ട് കടക്കാൻ പറ്റൂ. രാത്രി മുഴുവൻ ഈ വളണ്ടിയർമാരവിടെ കാവൽ കിടക്കുകയാണ്. രാവിലെ UK കുഞ്ഞിരാമൻ്റെ വീട് മെരുവമ്പായി പള്ളിക്കപ്പുറത്ത് നിർവേലി എന്ന സ്ഥലത്താണ്. ആ നിർവേലി ഭാഗത്തൂടെ പോകണം വീട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് ഈ സംഘം കാത്തു നിന്നു. ഈ ആക്രമിക്കാൻ വന്ന സംഘം അവിടെ വെച്ച് ആക്രമിച്ചു. അതിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സർ, അതാണ് ഞങ്ങളുടെ അനുഭവം. ഇവിടെ ഏതെങ്കിലും വർഗീയത എതിർക്കുന്നത് കൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരായി പോകുമെന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഒരു മതവിഭാഗവും അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇവിടെ RSSനെ അതിശക്തമായി എതിർക്കുന്ന ഘട്ടത്തിൽ ഹിന്ദുക്കളാകെ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ വർഗീയത എന്ന നിലക്ക് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും മറ്റും ഞങ്ങൾ എതിർക്കാൻ തയ്യാറായിട്ടുണ്ട്. അതേതെങ്കിലും തരത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഒരു എതിർപ്പായി
കേരളത്തിലെ മുസ്ലിം വിഭാഗം കണക്കാക്കുന്ന ധാരണയും ഞങ്ങൾക്കില്ല. പക്ഷെ അത്തരമൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ലീഗ് സുഹൃത്തുക്കളടക്കം ശ്രമിച്ചിട്ടില്ലേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് വലിയ തോതിൽ പരിശോധിക്കുന്നത് നന്നാവും. എന്താണ് നമ്മുടെ നാട്ടിലെ പ്രചരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത്. സർ, വസ്തുതകൾ പറഞ്ഞുകൊണ്ടല്ലേ ആക്രമണം നടത്തേണ്ടത്? ഏതിലും നേരും നെറിയും വേണ്ടി എല്ലാത്തൊരു നിലപാടെടുക്കാൻ പാടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ഫോണുകളിലൊക്കെ വരുന്ന ചില മെസ്സേജുകളുടെ ഭാഗമായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ എന്നെ കാണിച്ച്, എൻ്റെ ഫോണിൽ വന്നതല്ല, വേറൊരാൾ കാണിച്ചതാണ്. അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നൊരു സ്ത്രീയുടെ കാര്യമാണ്. അപ്പോൾ ആ സ്ത്രീ അവിടെ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ്സുകാരൊക്കെ ഒരു ശീലമുണ്ട് പോലും, ചില ബസ്സുകാർ ചിലരായിരിക്കും. ആ ബസ് വന്ന് നിന്നപ്പോൾ കോഴിക്കോടേക്കുള്ളവർ ആദ്യം കയറ്റും. അപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിപ്പോയി. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് വേഗം കയറി ഇരിക്കണമല്ലോ. അപ്പോൾ വേറൊരു സ്ത്രീ അവർ അതിലിടപെട്ടു. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, കയറ്റേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളായി. ബഹളത്തിനടക്ക് കണ്ടക്ടർ സമ്മതിച്ചു, കയറ്റിയിരുത്തി. ഈ സ്ത്രീയും കയറി, രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഓപ്പറേഷൻ്റെ വിവരമൊക്കെ ചോദിച്ചു, അത് പറഞ്ഞു. ആശുപത്രി എങ്ങനെ, അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ പറയുകയാണ്. അതെങ്ങനെയാണ്, അത് മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, പെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എത്രയാണ്? ഇപ്പോൾ 2000 രൂപ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ 1600 ആയിരുന്നു. അത് ഇപ്പം എങ്ങനെയാണ് വർദ്ധിച്ചത്? അത് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. നമ്മളെ സൂചിപ്പിച്ചിട്ട് നമ്മളിവിടുന്ന് പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രി ചെയ്ത കാര്യമല്ലേ. ഒരു പാവപ്പെട്ട സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുന്ന ആ കാര്യമാണ് ഇവർ മെസ്സേജായിട്ടിട്ടത്. പറയുന്നത് മുഖ്യമന്ത്രി ഞങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി, ആ സ്ത്രീയുടെ ഭാഷയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നതല്ല. 1600 രൂപ 2000 രൂപയാക്കി. എന്നാൽ അതെല്ലാം ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്, കേരളത്തിൽ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. അത് ചിലർ പോയി ആ വീട്ടിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായ ധാരണയാണ്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രചരണ രീതികളാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഈ രീതി സ്വീകരിക്കുന്നതുകൊണ്ട് മുസ്ലിം വിഭാഗമാകെ ഞങ്ങൾക്കെതിരായി പോകുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി എന്തും ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് സ്വയം ഹത്യാപരമായിട്ടാണ് വരിക എന്നത് കാണുന്നത് നല്ലതാണ്. സർ, ഇവിടെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ രാവിലെ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, PMCയെ കുറിച്ച് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറയാം. PMCയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, എന്തോ കേരളം വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഏത് കോൺഗ്രസ് സർക്കാരാണ് PMCയിൽ ഒപ്പിടാതെയുള്ളത്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ PMC പദ്ധതി ആരംഭിക്കുന്നത് 2022 സെപ്റ്റംബറിലാണ്. രാജസ്ഥാൻ, UP, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ, അരുണാചൽ, ആസാം, മേഘാലയ
ഇത്രയും സംസ്ഥാനങ്ങളാണ് PM ശ്രീ പദ്ധതി തുടങ്ങിയ ഘട്ടത്തിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങൾ. രാജസ്ഥാൻ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് 2022 ഒക്ടോബർ 27-നാണ്. അന്ന് കോൺഗ്രസ്സാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഛത്തീസ്ഗഡ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് 2023 ജനുവരി 10-നാണ്. അന്ന് സംസ്ഥാനം ഭരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. 2022 ഡിസംബറിലാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ഹിമാചൽ പ്രദേശിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് 2023-ലാണ്. അന്നും ഇന്നും കോൺഗ്രസ് തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. കർണാടക PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് 2022 ഒക്ടോബർ 27. അന്ന് ഭരണത്തിൽ BJP ആണ്. പക്ഷേ 2023 മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ PM ശ്രീ പദ്ധതി കർണാടകയിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ PM ശ്രീ പദ്ധതി പുതുക്കിയതും കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ നേരത്തെ പഞ്ചാബ് സർക്കാർ ചെയ്തൊരു അനുഭവമുണ്ട്. അവരൊരു ഘട്ടത്തിൽ പിൻവാങ്ങിയിരുന്നു. അതുപോലെ വേണമെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാമായിരുന്നു. പഞ്ചാബ് 2022 ഒക്ടോബറിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. 2023 ജൂലൈയിൽ അവർ ഔദ്യോഗികമായി പദ്ധതിയിൽ നിന്ന് പിന്മാറി. അപ്പോൾ അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയിലേക്കുള്ള ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. അപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ടു. അങ്ങനെ വന്നപ്പോൾ 2024 ജൂലൈയിൽ വീണ്ടും PM ശ്രീയിൽ അവർ ചേർന്നു. പക്ഷേ കർണാടകയിൽ കോൺഗ്രസ്സിനെ അത് തുടരുകയാണ്. പിന്നെ തെലുങ്കാന PM ശ്രീ ആരംഭിച്ച സമയത്ത് BRS ആണ് അവിടെ. അവര് ഒപ്പിട്ടില്ല. 2022 അവസാന മാസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ റാവു ഹൈദരാബാദിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഒന്നിലേറെ തവണ വിമാനത്താവളത്തിൽ സ്വീകരിക്കാതെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന നിലയൊക്കെ ഉണ്ടായി. അപ്പോൾ BRS ഭരണത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല. 2023 ഡിസംബർ മാസം 7-ന് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതിനുശേഷമാണ് PM ശ്രീ പദ്ധതിക്ക് വേണ്ടി തെലങ്കാന ശ്രമിക്കുന്നത്. അങ്ങനെ ഒപ്പിടുന്നത് 2023 ഡിസംബറിൽ. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിലാണ് തെലങ്കാനയിൽ ഒപ്പിട്ടത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക്. അപ്പോൾ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, ഇതിൻ്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. അപ്പോൾ അത് സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കാൻ തെലങ്കാന ചെയ്തത് തെലങ്കാന റൈസിംഗ് എന്ന പരിപാടി തന്നെ അവിടെ ആരംഭിക്കുന്ന നിലയുണ്ട്. സർ, ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾക്കാകാം എന്നതാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ വിശദമാക്കാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും SDP-ക്കെതിരെയും RSSനെതിരായിട്ടുള്ള നിലപാടുകൾ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയാൻ കാരണം ഈ നാട്ടിൽ ഇത്തരം വർഗീയ ആശയങ്ങളുമായി കടന്നു വരുന്നവർ മനുഷ്യരെ പല തട്ടിലാക്കി വർഗീയ ലഹളകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് ഏതെങ്കിലും ഒരു ഇടത്തിച്ചാരി അവർ ഉയർത്തെഴുന്നേൽക്കാൻ പരിശ്രമിക്കുമ്പോൾ
അത്തരം അവസരങ്ങളെ വളരെ കൃത്യമായി നേരിട്ടാണ് ഇന്നും ഇവരെ അമർച്ച ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അവരെ തല പൊങ്ങാനുള്ള അവസരം കൊടുക്കാത്തതാണ് ഈ നാട് ഇന്നിപ്പോ സുന്ദരമായിട്ടും സമാധാനമായിട്ടും എല്ലാ മതസ്ഥർക്കും ജീവിക്കാനുള്ള ഒരു ഇടമായി മാറിയത്. അതിനെ തകർക്കാൻ വേണ്ടിയാണ് അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് മുഖ്യധാരയിലേക്ക് അവസരമുണ്ടാക്കാൻ കോൺഗ്രസ് അധികാരക്കൊതിമൂത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുമ്പോൾ അതിനുവേണ്ടി ഇടതുപക്ഷ നേതാക്കന്മാരെ RSS ചാപ്പ കുത്തിയാലും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും SDPIക്കെതിരെയും ഉയർത്തിയ നിലപാടിൽ നിന്ന് ഒരംശം വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. വാക്കുകളെ അടർത്തിയെടുത്തും ചില സന്ദർഭങ്ങളെ അല്ലെങ്കിൽ ചില ദൃശ്യങ്ങളെ അനവസരത്തിൽ വ്യാഖ്യാനിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഇന്നെടുക്കുന്ന നിലപാടുകളാണ് നാളെ ചരിത്രമായി മാറുക. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരെ വർഗീയ ചാപ്പ കുത്താൻ പരിശ്രമിച്ചാലും ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒരംശം പുറകോട്ട് പോകില്ല എന്ന് പരസ്യമായി തന്നെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വരവും അന്നത്തെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു വർഗീയ കലാപത്തെ ചെറുക്കാൻ വേണ്ടിയും പള്ളി തകർക്കാൻ വന്ന RSSകാർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തകന്റെ ചോര ഈ മണ്ണിൽ വീണത്. അതുകൊണ്ട് ഒരു ജീവൻ കൊടുത്തായിരുന്നാലും ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെയും ആക്രമിക്കപ്പെടുന്ന മതങ്ങൾക്കൊപ്പം പ്രതിരോധമായി നിൽക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഉദാഹരണം ചരിത്രത്തിൽ ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞാൽ കോൺഗ്രസിന് ബബ്ബബ്ബ അടിക്കേണ്ടി വരും. അവർക്ക് ബാബറി മസ്ജിദ് പള്ളി തകർന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ രാജ്യം ഭരിച്ചിരുന്നവർ എന്ത് ചെയ്തിരുന്നു എന്നും കേരളത്തിൽ തന്നെ കോൺഗ്രസും UDFും ചേർന്ന് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായപ്പോഴും അതിന്റെ പേരിൽ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട ചരിത്രം മറക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ തൽക്കാലം അതിന് സൗകര്യപ്പെടില്ല. പുതിയ കാലത്തെ മനുഷ്യരെയും ഇവരുടെ കഴിവുകേട് കൊണ്ട്, ഇവരുടെ ശേഷിയില്ലായ്മ കൊണ്ട് ഈ നാട്ടിലുണ്ടായ വർഗീയ കലാപങ്ങളും അതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങളും ദുരന്തങ്ങളും ഓർമ്മപ്പെടുത്തേണ്ടത് അനിവാര്യത തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയത ഉയർത്തുന്നവരെ പോലും ഒപ്പം നിർത്തിക്കൊണ്ട് അധികാര കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസ് നടത്തുന്ന നെറികെട്ട നീക്കങ്ങളെ അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും SDPIക്കെതിരെയും നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന്റെ പേരിൽ ചാപ്പ കുത്തുകയാണെങ്കിലും എടുത്ത നിലപാടിൽ നിന്ന് ഒരംശം പിന്നോട്ടില്ല എന്ന് ഈ ഉദാഹരണ സഹിതം മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. കാര്യം ഈ നാട് എന്തുകൊണ്ട് സമാധാനത്തിന്റെ തുരുത്തായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ മതങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിരോധം ഉള്ളതുകൊണ്ടാണെന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന മനുഷ്യർ തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ പ്രസംഗം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു വെക്കാനുള്ളൂ.